ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്ത് തന്നെ സമ്പന്നതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, മണി വാല്യൂവിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കുവൈത്തിലെ രണ്ട് വില്ലേജുകൾ തമ്മിലുള്ള വ്യത്യാസം, ചേഞ്ചസ്, പ്രൗഡി, ഇതെല്ലാം കാണുവാൻ വേണ്ടി ഒരു വില്ലേജിൽ കൂടെയുള്ള യാത്രയാണ് നമ്മൾ പോകുന്നത്. ഈ യാത്രയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ അതിസമ്പന്നരുടേതല്ല, എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ അത്ര പാവപ്പെട്ടവരുടെ ഗ്രാമം അല്ല. നമ്മൾ തമിഴ്നാട്ടിലെല്ലാം കണ്ടുവരാറുള്ള ഒരു ബിൽഡിങ്ങിനോട് അടുപ്പിച്ചുള്ള രീതിയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നത്. ഒത്തിരി കാലം പഴയ കാലത്തെ കെട്ടിടങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ വാഹനങ്ങളെല്ലാം നല്ല വില കൂടിയതും അതിസമ്പന്നന്മാരുടെ വാഹനങ്ങളാണ്. പക്ഷേ വീട് നമുക്ക് പുറമെന്ന് കാണുമ്പോൾ വളരെ അഭംഗിയായിട്ട് തോന്നുന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ പഴയ കാലത്ത് പണിത ഒരു കോളനി. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അഹമ്മദി ഗവർണറേറ്റിലെ രണ്ട് വില്ലേജുകൾ. ഈ വില്ലേജിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവിടെ കുവൈത്തി പൗരന്മാരും വിദേശികളും എന്ന് വെച്ചാൽ ഇന്ത്യ, ശ്രീലങ്ക, ഈജിപ്ത് എന്നീ സ്ഥലങ്ങളിലുള്ള എല്ലാവരും ഒരുമിച്ച് കൺജസ്റ്റഡായിട്ട് താമസിക്കുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ നിന്നും തൊട്ടടുത്ത് തന്നെ അടുത്ത ഒരു 100 മീറ്റർ അപ്പുറം അതിഗംഭീരമായി പുതിയതായിട്ട് പണിത ഒരു വില്ലേജുണ്ട്. അതും ഇതും കൂടെയുള്ള കമ്പാരിസൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ താമസിക്കുന്നവർ കുവൈത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു ലോ ക്ലാസ് ഫാമിലി താമസിക്കുന്ന ഏരിയ എന്ന് വേണം നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇവിടെ. ഞാൻ കുവൈത്തിൽ ഒത്തിരി വർഷമായെങ്കിലും ഈ ഒരു ഏരിയയിലൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. കാരണം നമ്മുടെ നാടിനെ പോലെ സമ്പന്നത വളരെ കുറവുള്ള സ്ഥലങ്ങളും നമ്മുടെ കുവൈത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അഹമ്മദി ഏരിയയിലെ ഈ ഒരു ചെറിയ വില്ലേജ്. ഇവിടെ നിന്നും നമുക്ക് അടുത്ത് തന്നെ നല്ലൊരു വില്ലേജിലേക്ക് പോകാവുന്നതാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് ആരെയും കാണുന്നില്ലല്ലോ. അതിന് കാരണം ഇപ്പോൾ റമദാൻ മാസമാണ്. റമദാൻ മാസമായതിനാലാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുവൈത്തി പൗരന്മാർ നമ്മളെ വഴക്ക് പറയും, അല്ലെങ്കിൽ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആശ്ചര്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പുതിയതായിട്ട് പണിത ഒരു ന്യൂ വില്ല ഏരിയ, ഒരു കോളനി. ഈ കോളനി അഹമ്മദി ഗവർണറേറ്റിലെ തന്നെ കുവൈത്ത് ഓയിൽ കമ്പനി, കുവൈത്തിലെ തന്നെ ഞെട്ടിക്കുന്ന അതിഗംഭീരമായ ഓയിൽ ഫീൽഡിൻ്റെ ഒരു ഗംഭീരമായ ഏരിയ തന്നെയുള്ള കുവൈത്ത് ഓയിൽ കമ്പനിയുടെ അവിടുത്തെ ഓഫീസേഴ്സിന്, അവിടുത്തെ സ്റ്റാഫിന് കുവൈത്ത് ഓയിൽ കമ്പനി പണിത് കൊടുത്ത ഒരു ഗ്രാമമാണിത്. എല്ലാ വീടുകളും ഒരേപോലെ അതിമനോഹരമായി, വാഹനങ്ങളെല്ലാം അതിഗംഭീരം, പുതിയ പുതിയ വാഹനങ്ങൾ. ഓരോ വില്ലയും കാണുമ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അമേരിക്കയിലോ കനഡയിലോ എങ്ങാനുമാണെന്ന് കരുതും. പക്ഷേ ഇത് കുവൈത്തിലെ അഹമ്മദിയിലെ നമ്മൾ ആദ്യം കണ്ട പഴയ വില്ലേജിൻ്റെ തൊട്ടടുത്ത് മതിൽക്കെട്ടുകളെല്ലാം കെട്ടി കുവൈത്ത് ഓയിൽ കമ്പനി സംരക്ഷിച്ചു വരുന്ന അവിടുത്തെ സേവകർക്ക്, അവിടുത്തെ ഓഫീസർമാർക്ക്, അവിടുത്തെ ജോലിക്കാർക്ക്, അവരുടെ ഫാമിലിക്ക് ജീവിക്കാൻ വേണ്ടി, താമസിക്കാൻ വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന അതിഗംഭീരമായ പാർപ്പിട സൗകര്യമാണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ ഇതിനു മുന്നേ വന്നിട്ടില്ല. എനിക്ക് കണ്ടപ്പോൾ കുവൈത്ത് ഓയിൽ കമ്പനിയിൽ ഒത്തിരി വർഷക്കാലം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഏരിയ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, എന്താണ് പറയേണ്ടതെന്നറിയില്ല, അത്രയും ഗംഭീരമായൊരു ഏരിയ. ഇത്രയും പോർഷയായ ഒരു ഏരിയ കുവൈത്തിൽ തന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. ഓരോ വീടിന് മുന്നിലും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും, അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ആസ്വദിക്കാനുള്ള കസേരകളെല്ലാം ഇട്ട് ഇതിൻ്റെ മുൻഭാഗം
അതിഗംഭീരമായിട്ടാണ് പണിതിരിക്കുന്നത്. ഓരോ വീടിന് മുന്നിലും പൂന്തോട്ടങ്ങളും അതുപോലെ അവിടെയുള്ള നീറ്റ് ആൻഡ് ക്ലീനായ ആ ഏരിയ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഒരു ഇല പോലും അല്ലെങ്കിൽ ഒരു പേപ്പർ പോലും ആ പരിസരത്ത് കാണാൻ പറ്റിയില്ല. ഇവിടെ ജീവിക്കുന്നവരാരും ചില്ലറക്കാരല്ല കേട്ടോ. KOCയിലെ ഹൈ പോസ്റ്റിലിരിക്കുന്ന എൻജിനീയർമാരും മാനേജർ ലെവലിലുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന അക്കോമഡേഷനാണ് ഈ കാണുന്ന ഏരിയ. ഇവിടെയും ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ പുറത്തൊന്നും ഒരു മനുഷ്യരെയും കാണാനില്ല. കാരണം റമദാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. റമദാൻ സമയത്ത് എല്ലാവരും ഡ്യൂട്ടി സമയം 9 മണി ടു 3 മണി വരെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയം 7 മണിയാണ്. ഒരാളെയും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ഈ കാണുന്നതെല്ലാം ഓരോ വീടുകളുടെ മുന്നിലുള്ള പൂന്തോട്ടങ്ങളും അത് ക്രമീകരിച്ചിരിക്കുന്ന വീടുകൾ ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റൈൽ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നേരത്തെ കണ്ട ആ പഴയ വില്ലേജും കുവൈത്തിൻ്റെ സമ്പന്നത ഈ വില്ലേജ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് കുവൈത്തിൽ വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ റെസിഡൻസി മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ താമസ സൗകര്യമുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ. ഒരു കടകളോ അതല്ലാതെ ഒരു ഹോസ്പിറ്റലോ സ്കൂളുകളോ അങ്ങനെ ഒന്നും ഈ കോമ്പൗണ്ടിനകത്ത് വരുന്നതല്ല. ഏകദേശം ഒരു 1000-ഓളം വീടുകളുണ്ട് ഇതിനകത്ത്. പക്ഷേ ഈ കോമ്പൗണ്ടിന് പുറത്ത് ഇനി കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഏത് ലോകത്തുള്ള എല്ലാവിധ കടകളും KFC, ബർഗർ, പിസ്സ, ഹർദീസ് അതുപോലെ ഇനിയുള്ള എല്ലാ കടകളും ഈ കോമ്പൗണ്ടിന് പുറത്തുണ്ട്. പക്ഷേ ഈ കോമ്പൗണ്ട് ഡസ്റ്റ് ഫ്രീ, അതുപോലെ ഒരു മാലിന്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലം. അങ്ങനെ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ബലദിയയുടെ ഒരു വണ്ടി വന്നെന്ന് അതിൽ കാലത്തെ വേസ്റ്റുകളെല്ലാം എടുത്ത് പോകാൻ 2 ബംഗ്ലാദേശി പൗരന്മാരും ഒരു വാഹനം കൂടെ വന്ന് നിൽക്കുന്നു. ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്? ഇത് ഞങ്ങൾക്ക് മാനക്കേടാണ്. ഞാൻ പറഞ്ഞു, മാനക്കേടൊന്നുമില്ല, നിങ്ങൾ രാവിലെ വന്ന് ജോലി ചെയ്യുന്ന വീഡിയോ ഒന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു താങ്ക് യു എല്ലാം പറഞ്ഞ് അവരവിടുന്ന് പോയി. ഞാൻ വീണ്ടും എൻ്റെ ക്യാമറ ഓണാക്കി അവിടെയുള്ള വില്ലകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിമനോഹരമായ പൂക്കളും പ്രകൃതി ഭംഗിയും പലതരത്തിലുള്ള ചെടികളും എല്ലാം കൂടെ അതിസമ്പന്നമായ ഒരു ഏരിയ. ഹോട്ടലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഹോട്ടൽ കഴിഞ്ഞ് സ്കൂളുകളുണ്ട് തൊട്ടടുത്ത്, അതുപോലെ ഹോസ്പിറ്റലുകളുണ്ട്. എല്ലാം ഈ കുവൈത്ത് ഓയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അതിസമ്പന്നതയുടെ ഉദാഹരണം. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരു വില്ലേജ് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എറണാകുളം, കോഴിക്കോട് ഉള്ള സിറ്റികളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും വൃത്തി എന്ന് പറഞ്ഞാൽ അതുപോലെ വൃത്തിയുള്ള ഒരു ഇടം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഒത്തിരി വർഷമായി കുവൈത്തിൽ വന്ന്, ഏകദേശം 25 വർഷത്തോളം ഈ കുവൈത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്ലേസ് കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ഒരു കാലത്ത് കുവൈത്ത് വിട്ട് പോകുന്ന സമയത്ത് എനിക്ക് തന്നെ ഈ പ്രദേശം ഒന്ന് കാണാം എന്നാഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ഫോണെല്ലാം മിസ്സായി പോകും. ഫോൺ വേണമെങ്കിൽ മെമ്മറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാറ്ററി പോയി, അല്ലെങ്കിൽ ബ്രോക്കണായി, എങ്ങനെയെങ്കിലുമൊക്കെ കേടായി പോവാം. പക്ഷേ യൂട്യൂബിൽ ആ വീഡിയോ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കുവൈത്തിലെ ആ വീഡിയോ ഒന്ന് കാണാം, ആ ഏരിയ ഒന്ന് കാണാം എന്ന് മനസ്സിൽ തോന്നുകയാണെങ്കിൽ അന്ന് എടുത്ത് കാണാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല. ഈ പൂക്കൾ കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം വാടി. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ കാലാവസ്ഥ ടെമ്പറേച്ചർ 22-23 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ 40, 45, 50, 60 ഡിഗ്രി വരെ പോകും. അപ്പോൾ ഈ പൂക്കളെല്ലാം
വഴുതന, തക്കാളി, അതുപോലെ ഡാലിയ, ജമന്തി, ചെണ്ടുമല്ലി, ഇതുപോലുള്ള ഒട്ടനവധി കായ്ക്കനികളും പൂക്കളും ചെടികളും കൊണ്ട് സമ്പുഷ്ടമാക്കിയിരിക്കുകയാണ് ഓരോ വീടിൻ്റെ മുൻവശവും. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട സാധാരണക്കാരുടെ വില്ലേജ്, ടാക്സി ഓടിച്ചും അതുപോലെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന കുവൈത്തികളുടെ ആ ഏരിയ വിട്ട് കുവൈത്ത് ഓയിൽ കമ്പനിയിൽ ഡയറക്റ്റ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് കുവൈത്ത് ഓയിൽ കമ്പനി ഒരുക്കി കൊടുത്ത ഈ വില്ലേജും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വ്യത്യാസമാണ്. അത് ആ ഭംഗി കണ്ട് ആസ്വദിച്ച് ഞാനിങ്ങനെ നടന്ന് പോവുകയാണ്. നടന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് മനസ്സിൽ അടുത്തൊരു ചിന്ത വന്നത്. എന്തായാലും ഫാമിലി വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നാലും അവർ ഈ ഏരിയ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ച് ഇവിടുത്തെ പാർക്കിലെല്ലാം, ഈ കാണുന്ന പാർക്കിലെല്ലാം ഒന്ന് കുട്ടികളെ കൊണ്ട് കയറ്റി നല്ലൊരു വൈബായിരിക്കും എന്നുള്ളത് എൻ്റെ പ്രതീക്ഷ. ഈ വീടിൻ്റെ മുൻവശം കണ്ടില്ലേ, എത്ര അലങ്കരിച്ചിരിക്കുന്നു. ഇതെല്ലാം നാച്ചുറൽ ചെടികളാണ്, അല്ലാതെ പ്ലാസ്റ്റിക് ചെടികളൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ ഉണ്ടാവുന്ന വള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കുമ്പളങ്ങയുടെ വള്ളി പോലും ഇവിടെ വളർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിലൊരു ഇന്ത്യൻ ഫാമിലി ആയിരിക്കും താമസിക്കുന്നത് എന്നാണ്.